നമസ്കാരം. തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. തിരുവല്ലയുടെ സ്വകാര്യ അഹങ്കാരങ്ങളിൽ ഒന്നാണ് സംവിധായകൻ ബ്ലസ്സി. കേരളത്തിലെ ഏറ്റവും മികച്ച സംവിധായകരിൽ ഒരാളായ ബ്ലസ്സി അംഗീകാരത്തിൻ്റെ പടവുകൾ താണ്ടുമ്പോൾ അത് തിരുവല്ലയ്ക്കും അഭിമാനകരമായ നിമിഷമാണ്. 1963 സെപ്റ്റംബർ 3 തിരുവല്ലയിലാണ് ബ്ലസ്സി ജനിച്ചത്. ബെന്നി തോമസിൻ്റെയും അമ്മിണി തോമസിൻ്റെയും 6 മക്കളിൽ ഇളയവനായിരുന്നു അദ്ദേഹം. വളരെ ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു. തിരുവല്ല മാർത്തോമ സ്കൂൾ, SES ഹൈസ്കൂൾ, മാർത്തോമ കോളേജ് എന്നിവിടങ്ങളിൽ പഠിച്ചു. ജീവിത സഖിയായി മിനിയും എത്തി. നിരവധി പ്രതിഭകളെ സർഗശേഷികൾ കൊണ്ട് പരിപോഷിപ്പിച്ച നാടാണ് തിരുവല്ലയും മാർത്തോമ കോളേജും. സംവിധായകനും നടനുമായ ബാലചന്ദ്ര മേനോൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വലിയ ശ്രദ്ധ നേടിയിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഇന്റർ കോളേജിൽ നാടക മത്സരത്തിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്തുവെന്നും അന്ന് 1ാം സ്ഥാനക്കാർക്കായുള്ള ട്രോഫി സമ്മാനിച്ചുവെന്നും പോസ്റ്റിൽ ബാലചന്ദ്ര മേനോൻ പറഞ്ഞിരുന്നു. ആ സമ്മാനം വാങ്ങിയ വ്യക്തി ഇന്ന് ഒരു വലിയ കലാകാരനാണെന്നും അദ്ദേഹത്തെ തിരിച്ചറിയാനാകുമോ എന്നും ചോദിച്ച് ട്രോഫി നൽകുന്ന ഫോട്ടോയും ബാലേന്ദ്ര മേനോൻ പോസ്റ്റ് ചെയ്തിരുന്നു. പോസ്റ്റിന് താഴെ ഒട്ടനവധി പേരാണ് അഭിപ്രായങ്ങൾ പങ്കുവച്ചത്. സംവിധായകൻ ബ്ലസ്സിയാണ് ചിത്രത്തിലെ മിടുക്കനായ വ്യക്തിയെന്ന് പലരും കമൻറ്റ് ചെയ്തു. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ബാലേന്ദ്ര മേനോനും അത് ബ്ലസ്സിയാണെന്ന് സ്ഥിരീകരിച്ച് രംഗത്ത് വന്നു. ഭൂരിഭാഗം പേരും പറഞ്ഞത് ശരിയായ ഉത്തരമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. തിരുവല്ല മാർത്തോമ കോളേജിലെ നാഷണൽ സർവീസ് സ്കീമിൻ്റെ നാടക മത്സരത്തിനാണ് ബ്ലസ്സി മികച്ച നാടകത്തിനുള്ള സമ്മാനം ഏറ്റുവാങ്ങിയത്. ഗുരുക്കന്മാരായ പത്മരാജൻ, ഭരതൻ തുടങ്ങിയവരുടെ പരമ്പരയിൽ നിന്നാണ് ബ്ലസ്സി എന്ന കലാകാരൻ ഉയരുന്നത്. വ്യത്യസ്തമായ കഥ, മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന മുഹൂർത്തങ്ങൾ, കഥാപാത്രങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നിവയാൽ ശ്രദ്ധിക്കപ്പെട്ടതാണ് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ. സാധാരണ മനുഷ്യൻ അസാധാരണ സാഹചര്യങ്ങളിൽ ചെന്ന് ചാടുമ്പോഴുണ്ടാകുന്ന ശാരീരിക മാനസിക വ്യഥകൾ ഇവയിൽ പ്രതിപാദിക്കപ്പെടുന്നു. ബ്ലസ്സി ആദ്യമായി സംവിധാനം ചെയ്ത ചലച്ചിത്രമാണ് കാഴ്ച. ഈ ചിത്രത്തിൻ്റെ തിരക്കഥ നിർവഹിച്ചതും ബ്ലസ്സി തന്നെയായിരുന്നു. ചിത്രം വാണിജ്യപരമായും കലാപരമായും നല്ല വിജയം കൈവരിക്കുകയുണ്ടായി. ഗുജറാത്ത് ഭൂകമ്പത്തെ തുടർന്ന് ഉറ്റവർ നഷ്ടപ്പെട്ട് സ്വന്തം നാട്ടിൽ നിന്നും ചിതറിക്കപ്പെട്ട പവൻ എന്ന ബാലനും കുട്ടനാട്ടുകാരനായ ഫിലിം ഓപ്പറേറ്റർ മാധവനുമാണ് സിനിമയിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ. വൻ ദുരന്തം, ചിലരിൽ ഏൽപ്പിക്കുന്ന പോറലുകളും അതിൽ സഹജീവികൾ നടത്തുന്ന വിവിധ രീതിയിലുള്ള ഇടപെടലുകളുമാണ് കാഴ്ചയിലൂടെ ബ്ലസ്സി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത്. ഈ ചിത്രത്തിലൂടെ മികച്ച നവാഗത സംവിധായകനുള്ള സംസ്ഥാന സർക്കാർ അവാർഡ് ബ്ലസ്സിക്ക് ലഭിക്കുകയുണ്ടായി. ബ്ലസ്സിയുടെ 2ാമത്തെ ചിത്രമായിരുന്നു തന്മാത്ര. സർക്കാർ ഉദ്യോഗസ്ഥനായ ഒരു സാധാരണക്കാരൻ്റെ ജീവിതം അൾഷിമേഴ്സ് എന്ന രോഗം ബാധിക്കുന്നത് മൂലം തകർന്നടിയുന്നതാണ് ചിത്രത്തിലൂടെ ബ്ലസ്സി കാണിച്ചു തരുന്നത്. മോഹൻലാലാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രത്തെ കൈകാര്യം ചെയ്തത്. ഈ ചിത്രം സംവിധാനം ചെയ്തതിനും തിരക്കഥ രചിച്ചതിനും ബ്ലസ്സിക്ക് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിക്കുകയുണ്ടായി. ബ്ലസ്സിയുടെ 3ാമത്തെ ചിത്രമാണ് പളുങ്ക്. ഒരു കുടിയേറ്റ കർഷകൻ്റെ കഥയാണ് ഈ ചിത്രത്തിൽ ബ്ലസ്സി പറഞ്ഞത്. മമ്മൂട്ടിയായിരുന്നു ഈ ചിത്രത്തിലെ നായകവേഷം കൈകാര്യം ചെയ്തത്. പിന്നീട് ബ്ലസ്സിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് കൽക്കട്ട ന്യൂസ്. ഈ ചിത്രത്തിലെ നായകൻ ദിലീപായിരുന്നു. നായികയായി അഭിനയിച്ചത് മീര ജാസ്മിനും ആയിരുന്നു. അതിനുശേഷമാണ് ബ്ലസ്സിയുടെ കളിമണ്ണ് പുറത്തിറങ്ങുന്നത്. ഈ കാലഘട്ടത്തിലെല്ലാം തന്നെ ആടുജീവിതത്തിൻ്റെ കഥാഭാഗം അദ്ദേഹം മനസ്സിൽ താലോലിച്ചിരുന്നു. പോരാട്ടങ്ങളുടെയും പ്രതീക്ഷയുടെയും 16 വർഷക്കാലമാണ് ആടുജീവിതത്തിനു വേണ്ടി ബ്ലസ്സി മാറ്റിവെച്ചത്. ബ്ലസ്സിയുടെ 16 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ 2024 മാർച്ച് 28 ചിത്രം തിയേറ്ററിൽ എത്തിയത്. പ്രതീക്ഷിച്ചതിലും അത്ഭുതകരമായ ദൃശ്യവിരുന്നൊരുക്കിയ ചിത്രം പ്രേക്ഷക നിരൂപക പ്രശംസകൾ ഒരുപോലെ നേടി. പൃഥ്വിരാജിൻ്റെ ട്രാൻസ്ഫർമേഷനുകൾക്ക് വൻ കയ്യടിയും പ്രശംസയുമാണ് ലഭിച്ചത്. ബോക്സ് ഓഫീസിലടക്കം മികച്ച കളക്ഷൻ നേടിയ ആടുജീവിതം 155.95 കോടിയാണ് ആഗോളതലത്തിൽ നേടിയത്. 54ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ പുരസ്കാരങ്ങൾ ആടുജീവിതം വാരിക്കൂട്ടി. മികച്ച നടൻ, സംവിധായകൻ ഉൾപ്പെടെയുള്ള 9 പുരസ്കാരങ്ങളാണ് ചിത്രം നേടിയത്. ബെന്യാമിൻ്റെ ജനപ്രിയ നോവലായ ആടുജീവിതത്തിൻ്റെ സിനിമാ ആവിഷ്കാരമായിരുന്നു ആടുജീവിതം. ചിത്രത്തിൽ നജീബ് എന്ന കേന്ദ്ര കഥാപാത്രമാകാൻ പൃഥ്വിരാജ് നടത്തിയ പരിശ്രമങ്ങൾ വളരെ വലുതായിരുന്നു. ആടുജീവിതം നേടിയ അവാർഡുകൾ ഇങ്ങനെയാണ്: മികച്ച നടൻ പൃഥ്വിരാജ്, മികച്ച സംവിധായകൻ ബ്ലസ്സി, മികച്ച നടനുള്ള ജൂറി പരാമർശം R. ഗോകുൽ, മികച്ച ഛായാഗ്രഹണം സുനിൽ KS, മികച്ച അവലംബിത തിരക്കഥ ബ്ലസ്സി, മികച്ച ശബ്ദമിശ്രണം റസൂൽ പൂക്കുട്ടി, മേക്കപ്പ് ആർട്ടിസ്റ്റ് രഞ്ജിത്ത് അമ്പാടി, മികച്ച ജനപ്രിയ ചിത്രം ആടുജീവിതം.
എല്ലാ സിനിമയ്ക്ക് പിന്നിൽ വലിയൊരു അധ്വാനം ഉണ്ടാകുമെന്നും ആടുജീവിതത്തിൻ്റെ കാര്യത്തിൽ അത് വളരെ വലുതായിരുന്നു എന്നുമാണ് പുരസ്കാര നേട്ടത്തിൽ പൃഥ്വിരാജ് പ്രതികരിച്ചത്. അംഗീകാര നിറവിൽ അവാർഡുകൾ വാരിക്കൂട്ടിയ ആടുജീവിതത്തിന് ഏറെ വലച്ചതും പ്രതിസന്ധിയായതും കോവിഡ് കാലമായിരുന്നു. ചിത്രീകരണത്തിൻ്റെ അവസാന ഭാഗങ്ങൾ ശരിക്കും അതിജീവനത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും അനുഭവങ്ങളായിരുന്നു. 58 ദിനരാത്രം, രാത്രിയുടെ ഏകാന്തതകൾ പോലും ചില നിയോഗങ്ങളെ അനുഭവിച്ച് അറിയുകയായിരുന്നു ബ്ലസ്സിയും കൂട്ടരും. 2020 മാർച്ച് 16 ജോർദാനിൽ ആടുജീവിതത്തിൻ്റെ ചിത്രീകരണം ആരംഭിച്ചത്. മരുഭൂമിയിൽ നിന്നുള്ള നിർണായക രംഗങ്ങളാണ് വാദിറാമിൽ ചിത്രീകരിച്ചത്. 58 പേരുടെ ഇന്ത്യൻ സംഘത്തിനൊപ്പം 30ഓളം ജോർദാൻ സ്വദേശികളും ചിത്രീകരണ സംഘത്തിൽ ഉണ്ടായിരുന്നു. ചിത്രത്തിൻ്റെ 60% പൂർത്തിയായി. ഇതിനിടെയാണ് കോവിഡ് പ്രോട്ടോകോൾ വെല്ലുവിളിയായത്. ചിത്രീകരണം ഇടയ്ക്ക് മുടങ്ങി. എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥ. ലോകം ഇതുവരെ കാണാത്ത മഹാമാരിയെ മറുനാട്ടിൽ നേരിടുകയെന്നത് ഏറെ ശ്രമകരമായിരുന്നു. ത്യാഗങ്ങൾ സഹിച്ച് സിനിമ 60% പൂർത്തിയായപ്പോഴാണ് കോവിഡ് എത്തിയത്. കഥാസന്ദർഭത്തിൻ്റെ എല്ലാ വൈരുദ്ധ്യങ്ങളും ഇതോടെ അനുഭവിച്ചറിയാൻ തുടങ്ങി. ജോർദാനിലെ ആദ്യ ദിനങ്ങളിൽ ആശങ്കയായിരുന്നെങ്കിലും പിന്നീട് അത് ആനന്ദമായി. വൈരുദ്ധ്യങ്ങളുടെ ആടുജീവിതം എല്ലാ അർത്ഥത്തിലും ജീവിതത്തിൽ മറക്കാനാകാത്ത അനുഭവമായി. COVID-19 വൈറസ് ബാധയുമായി ബന്ധപ്പെട്ട് ജോർദാനിലും കർശനമായിരുന്നു നിയന്ത്രണങ്ങൾ. അടുത്തുള്ളത് വളരെ കുറച്ച് പേർ താമസിക്കുന്ന ചെറിയ ഗ്രാമങ്ങളാണ്. ഇന്ത്യക്കാരായി 58 പേരും 30ഓളം ജോർദാനികളുമാണ് സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ടായിരുന്നത്. പുറമേ നിന്ന് ആരും വരാനില്ല. ജോർദാൻ തന്നെ 1 കോടിയിൽ താഴെ ജനസംഖ്യയുള്ള രാജ്യമാണ്. പൂർണ്ണമായും സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിലാണ് കാര്യങ്ങൾ. ഇവിടെ എത്തി 9 ദിവസം ഷൂട്ടിംഗ് നടന്നു. പിന്നീട് അതിനുള്ള അനുമതി റദ്ദ് ചെയ്തു. ജോർദാൻ പൈനീർ എന്നൊരു കമ്പനിയായിരുന്നു ഇവിടെ ഷൂട്ടിങ്ങിന് സൗകര്യമൊരുക്കിയത്. വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ്റെ ഫോൺ വന്നതോടെ പ്രതീക്ഷകളുടെ കാത്തിരിപ്പായിരുന്നു എന്ന് സംഘത്തിലുണ്ടായിരുന്നവർ പറയുന്നു. എംബസിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളിലും വി മുരളീധരൻ്റെ മേൽനോട്ടമുണ്ടായിരുന്നു. പലതവണ അദ്ദേഹം ആശ്വാസം പകർന്നു. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ സാമൂഹ്യ അച്ചടക്കത്തിൻ്റെ എല്ലാ പരിമിതികളും ആസ്വദിക്കുന്ന ദിനങ്ങളായിരുന്നു പിന്നീട്. മലയാളിയും സാമൂഹ്യ പ്രവർത്തകനുമായി തിരുവനന്തപുരം സ്വദേശി സുനിൽ അടക്കമുള്ളവർ എല്ലാ സഹായവും ചെയ്തു. ഇന്ത്യൻ അംബാസഡറും അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള സെക്രട്ടറിമാരുമെല്ലാം ബ്ലസ്സിയുമായി ബന്ധപ്പെട്ടിരുന്നു. ഇതോടെയാണ് പ്രതീക്ഷകൾ വീണ്ടും പുനർജനിച്ചത്. ഏപ്രിൽ 24 ചിത്രീകരണം പുനരാരംഭിച്ചു. നിലവിലെ ഷെഡ്യൂൾ പൂർത്തിയായ ശേഷമായിരുന്നു മടക്കം. ഈ സിനിമയുടെ പ്രൊഡ്യൂസറും തിരുവല്ലക്കാരനായ KG ഏബ്രഹാം ആയിരുന്നു എന്നതും ഏറ്റവും സന്തോഷകരമാണ്. ന്യൂസ് ഡെസ്ക്, തിരുവല്ല മീഡിയ.